കാണാൻ പറ്റില്ല. കൊളുത്തി സാധനം കൊടുത്തു അടിച്ച് അടുത്ത മീനെ കാണിച്ചു തരാം. എടാ മീൻ നീര് കൈ കുറെ ഉണ്ടായിരുന്ന വെച്ചാൽ സമയമില്ല പിടിക്കാൻ. നമ്മളിന്ന് ചൂണ്ടിടാൻ വന്നിരിക്കുന്ന സ്പോട്ട് കുറച്ച് മിസ്റ്റീരിയസ് സ്പോട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു സ്പോട്ടാണ്. ഞാനും എൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് കൂടെയാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷനിൽ പോയിട്ട് കാസ്റ്റ് ചെയ്ത് എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കണം. കാരണം ഇവിടെ മീനുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല, ആരും പിടിച്ചിട്ടുണ്ടോ എന്നും അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് പോവുക, കുറച്ച് കാട്ടിലകത്തോട്ട് കയറി പോകുന്ന സ്ഥലമാണിത്. ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം സെറ്റ് ചെയ്ത് തന്നത് എൻ്റെ ബ്രദറാണ്. അപ്പോൾ ഓക്കെ, പോയി കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ജിയോയുടെ കമ്പനിയിലെ ചേട്ടനാണ് നമുക്ക് ഇവിടെ അതാണ്ട് കേബിൾ നടാൻ വന്നപ്പോൾ കണ്ട സ്ഥലമാണ്. ജസ്റ്റ് ഒന്ന് കാല് തെറ്റിയാൽ കുളത്തിൽ കിടക്കും, പിന്നെ മീനെ കടിച്ച് പിടിക്കുക. ആ അവസ്ഥയാണ് ഈ സ്ഥലം. ഇവിടെ ഒന്നും ആൾക്കാരില്ല. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമല്ലേ? ഇവിടുന്ന് എങ്ങനെ അറിയാമോ? ഉണ്ടോ? ആണ് കുളം. ഇച്ചിരി കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമ്മൾ സാഹസികമായിട്ട് വേണം പോവാൻ. ഓ, ഇവിടുന്ന് കാസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ടാസ്ക്. ഈശ്വര ഭഗവാനെ. അപ്പോഴോ മക്കളെ തവള വന്നിട്ടുണ്ട്, കടിച്ചേ. നമ്മുടെ ചൂണ്ടയിലാണെങ്കിൽ ഇപ്പോൾ 10 മീനെ കിട്ടിയത്. നമ്മുടെ ചൂണ്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതല്ലടാ അല്ല, മറ്റേ ചെറുത് അറ്റാച്ച്. നീ വേറെയും പറയുന്നത് എന്നാ തോന്നുന്നു? ഒരു മീനുണ്ട് അവിടെ. കണ്ടോടാ മീനെ കണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് മീനെ കാണാം. കണ്ടോ, ഈ കറക്റ്റ് പോയിന്റിൽ മീനുണ്ട്. എടാ തിരിച്ചു പോവാടാ, അടുത്തെറിയ. അത് പോകുന്ന റൂട്ടിലെറിയ, അപ്പുറത്തോട്ടെറിയ. ഗായ്സ്, ഞങ്ങൾക്ക് മീൻ കിട്ടി തുടങ്ങി. 2 മീന് സിലോപ്പിയാണ് കിട്ടുന്നത്. ഞങ്ങൾ മാവിട്ട് ട്രൈ ചെയ്ത് നോക്കി. ഞങ്ങൾ മറ്റേ പ്രോഗ്രാം മാറ്റി ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നല്ല സ്പോട്ടാണ്, നല്ല വെളിച്ചം. ആരും വരണ്ട. അത് ഇനി ഇടുമ്പോൾ കിട്ടും. സിലോപ്പിയുടെ എണ്ണ ഇങ്ങനെ കൂടും. ഞങ്ങളന്ന് വലയെ കോർത്തില്ല, അതേപോലെ ഞങ്ങൾ മാവാണ് കോർക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാം, മാവ് കോർക്കുന്നുണ്ട്. ഇട്ടിട്ടുണ്ട്. ഇടുന്നത് കൊളുത്തുന്നുണ്ട്. കൊളുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കൊളുത്തി സാധനം കൊടുത്തു അടിച്ച് അടുത്തതാണ് ഇടുന്നത്. പൊക്കി ദേ മീനെ കാണിച്ചു തരാം. എടാ നീര് കൈ എനിക്ക് മീനെ പിടിക്കാൻ എങ്ങനെയാണെന്ന് അറിയാമോ? അതിന്റെ കഴുത്തെ പിടിക്കണം. നിങ്ങൾക്ക് നൂല് കാണാൻ പറ്റില്ല, മഴയത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. കൊളുത്തിയോടാ? ഇല്ല, മാവ് പോയി കിട്ടിയിട്ടുണ്ട്. സ്ഥലം അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷനാണ്. പടൽ പിടിച്ചെടുക്കുന്നത്. ആ വഴി കയറി വന്നാൽ നമുക്ക് കുറച്ചുകൂടെ ചാൻസ് ഉണ്ടായിരുന്നു കിട്ടാൻ. പക്ഷേ നമുക്കതിൽ വരാൻ പറ്റില്ല. നല്ല പടൽ പിടിച്ചെടുക്കുന്നതാണ് ഇത്. ഞങ്ങൾ ഇതേപോലൊരു നല്ലൊരു കാട്ടിൽ കൂടെ കയറി വന്നിട്ടാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത്. ഞങ്ങൾ ആദ്യം ഫ്രോഗിൽ ഇട്ട് നോക്കി. നല്ല വലിപ്പമുള്ള മീനുണ്ട്. ബട്ട് നമുക്ക് മറ്റേ എന്നാ പറയുക, എറിയാൻ പറ്റില്ല. അതിനുള്ള സ്പേസ് ഇല്ല ഇവിടെ. ഇതുണ്ടോ ഇങ്ങനെ അടഞ്ഞെടുക്കുന്നൊരു സ്ഥലമാണ്. യെസ്, ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഒരു അരിമ്പ നൻപനും പറയൂ. ഞങ്ങൾക്കൊരു ചെറിയ മീനെയാണ് കിട്ടിയത്. ഇതിനെ വിടുവാണ്. ഞങ്ങളതിനെ എടുക്കുന്നില്ല. അത്ര പവറിൽ നീ വലിക്കല്ലേ, ചിലപ്പോൾ ചാടിപ്പോവും. വിളിയോ? ഇതാണ് സാധനം. കറക്റ്റ് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഞങ്ങൾ കുറച്ച് നേരമായിട്ട് 15-20 മിനിറ്റായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു 10-12 എണ്ണത്തിനെ വരെ കിട്ടിയിട്ടുണ്ട്. യെസ്, ഇതേ വീണ്ടും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സൈസിലുള്ളതാണ് എല്ലാം കിട്ടുന്നത്. അപ്പോൾ എത്ര ഹൈറ്റിൽ നിന്ന് പൊക്കി എടുത്തിട്ട് ഇവന്മാർ പോകുന്നില്ല. അല്ലെങ്കിൽ ആ ചന്ത നമുക്ക് ഫിഷ് ഫൈനലിൽ കാണിച്ചില്ല എത്ര എണ്ണത്തിന് അടിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ആവശ്യത്തിന് ഫിഷിങ് കഴിഞ്ഞ് ഭയങ്കര നൈറ്റായി. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ലൊക്കേഷൻ വിടുകയാണ്. ഇതാണ് ഫസ്റ്റ്. ഭയങ്കര പാടാണ് ഇവിടുന്ന് ഇറങ്ങാൻ. കിട്ടിയ മീനുകളെല്ലാം ഇപ്പോൾ കാണിക്കാമെന്നാണ്. കുറേ ഉണ്ടായിരുന്ന വെച്ചാൽ സമയമില്ല പിടിക്കാൻ.